പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിലരുണോദയം. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിലരുണോദയം. പകലകം പൊരുളിൻ്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീർത്തി വരവേൽപ്പിന. ഇതിലേ വരു സാമഗാന വീണ മീട്ടിയഴകെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനിക്കോലായിലരുണോദയം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പേര് രാഗമാലിക മ്യൂസിക് എന്നാണ്. ശ്രുതി, താളം എന്നിവ ഉപയോഗിച്ച് ശബ്ദങ്ങളെ ക്രമീകരിച്ച് വിവിധ വികാരങ്ങൾ ഉളവാക്കുന്ന ഒരു കലയാണ് സംഗീതം. സംഗീതം എന്ന വാക്കിനർത്ഥം സമ്യക്കാകുന്ന ഗീതം, നല്ല ഗീതം, നല്ല പാട്ട് എന്നൊക്കെയാണ്. ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ നമുക്ക് സംഗീതത്തെ കുറച്ച് പ്രാക്ടിക്കലായും തിയറിയും ഒക്കെയായും നമുക്ക് മനസ്സിലാക്കാം. ശാസ്ത്രീയ സംഗീതവും സിനിമാ പാട്ടുകളും കോർത്തിണക്കി നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അത് തുടർന്ന് പോകാം. ആദ്യം നമുക്ക് പ്രാക്ടിക്കലായി ശ്രുതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സപ്തസ്വരങ്ങളിലുള്ള സരിഗമ പദനി സ എന്നീ സ്വരങ്ങളിലുള്ള സ, പ, സ എന്നീ സ്വരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ശ്രുതി പാടുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ശ്രുതിയുണ്ട്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അത് 6 ഘട്ട ശ്രുതിയാണ്. നമ്മൾക്ക്, അതായത് കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നമുക്ക് സ്വീകാര്യമായ, നമുക്ക് പാടാൻ പറ്റുന്ന ഒരു ശ്രുതിയാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ശ്രുതിയെക്കുറിച്ചും നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാം. ആദ്യം നമുക്ക് ശ്രുതി, ഈ പറഞ്ഞ സ, പ, സ എന്ന സ്വരങ്ങൾ ശ്രുതിയായി എങ്ങനെ പാടും എന്ന് നമുക്ക് നോക്കാം. സ, പ, സ, പഠിക്കുന്നവർ ഇതിൻ്റെ കൂടെ പാടി അങ്ങനെയും പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് സപ്തസ്വരങ്ങൾ പാടുന്നത്, അതായത് സപ്തസ്വരങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലും എങ്ങനെ പാടും എന്നത് നമുക്ക് പാടി മനസ്സിലാക്കാം. സ, ഗ, മ, പ, ധ, നീ, സ. ഇതാണ് സപ്തസ്വരങ്ങളുടെ ആരോഹണക്രമം.
നമ്മൾക്ക് സ്വാഭാവികമായും ഇതിലൊരു സംശയം ഉണ്ടാകും. സപ്തം എന്നാൽ 7. അപ്പോൾ ഇപ്പോൾ പാടിയത് 7 സ്വരങ്ങളാണോ? അല്ല, ഇപ്പോൾ പാടിയത് 8 സ്വരങ്ങളാണ്. സ, രി, ഗ, മ, പ, ധ, നി. നീ കഴിഞ്ഞ് സ വീണ്ടും വന്നു. സരിഗമ പദനി വരെ 7ഉം സരിഗമ പദനി സ എന്ന് പാടുമ്പോൾ 8 സ്വരങ്ങളാകുന്നു. അപ്പോൾ ഒരിക്കലും സപ്തസ്വരങ്ങളാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പാടിയ നമ്മൾ ആധാര ഷഡ്ജം സ എന്ന് പാടിയത് അതിൻ്റെ മേൽസ്ഥായിയാണ് അവസാനം പാടിയ സ. അങ്ങനെയാണ് അതിൻ്റെ സംഗതി. അപ്പോൾ ആരോഹണം നമ്മൾ പാടി, ഇനി അതിൻ്റെ ആരോഹണം എന്ന് വെച്ചാൽ കയറ്റം, അവരോഹണം എന്ന് വെച്ചാൽ ഇറക്കം. അപ്പോൾ നമ്മൾ ആദ്യം ആരോഹണം പാടി, ഇനി അതിൻ്റെ അവരോഹണം പാടുന്നത് സരിഗമ പദനി സ, അതിൻ്റെ എതിരായിട്ട് വരുന്നത് ഇറങ്ങി വരുന്നത് സനിധപ മകരി സ. അപ്പോൾ ആരോഹണവും അവരോഹണവും ഒന്നിച്ച് ഞാൻ പാടാം. സ, രി, ഗ, മ, പ, ധ, നി, സ, നി, ധ, പ, മ, ഗ, രി, സ. അപ്പോൾ സപ്തസ്വരങ്ങളുടെ ആരോഹണവും അവരോഹണവും ഞാൻ പാടി. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കൂടെ പാടി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് മായാമാളവ ഗൗള രാഗത്തിലാണ്. അതുകൊണ്ടാണ് ഈ രാഗത്തിൽ വരുന്ന പവനരച്ചെഴുതുന്ന എന്ന പ്രസിദ്ധമായ വിയറ്റ്നാം കോളനിയിലെ പ്രിയദാസേട്ടൻ പാടിയ ആ പാട്ട് ഞാൻ ഇവിടെ പാടിയത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ സംഗീതത്തെപ്പറ്റി പഠിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക.